ഹലോ, ചുമ്മാ ഇരുന്നപ്പോൾ നമ്മൾ നോക്കിയതാണ് കേട്ടോ പിൻട്രസ്റ്റിൽ. അങ്ങനെ കണ്ടതാണ് ഈ ഒരു ഹെയർ ബാൻഡ്. നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഡ്സ് ഉണ്ട്, കുറച്ച് ബീഡ്സ് പഴയതായാലും മതി. പിന്നെ ഈ ഗിയർ വയർ ഉണ്ട്, ടാങ്കീസ് ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ബീഡ്സിൽ ടാങ്കീസിൽ ഈ മുത്തുകളൊക്കെ ഓരോന്ന് കോർത്തെടുക്കാം കേട്ടോ. കുറച്ചധികം നമുക്ക് ആവശ്യമുള്ള അത്രയും കോർത്തെടുക്കാം. ഹെയർ ബാൻഡ് കവർ ചെയ്യണം വെച്ചാൽ, അതായത് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ കുറച്ച് എനിക്ക് അത്യാവശ്യം ഉള്ളത് ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹെയർ ബാൻഡ് എടുത്തിട്ട് അതൊന്ന് ഫസ്റ്റ് പോർഷൻ ഒന്ന് നന്നായിട്ട് മുറുക്കി ടൈ ചെയ്ത് കൊടുക്കണേ. ട്വിസ്റ്റ് ചെയ്ത് ടൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഓരോ ബീഡും ഇട്ടിട്ട് വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് എടുക്കണം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കണേ. ഇതിന് നമുക്ക് പുതിയ മുത്തും ഹെയർ ബാൻഡൊന്നും വേണമെന്നൊന്നുമില്ലേ. പൊട്ടിപ്പോയ മാലയുടെ മുത്തായാലും മതി, അത് മതി. അല്ലെങ്കിൽ പഴയ ഹെയർ ബാൻഡ് ആയാലും മതി കേട്ടോ. അതുമൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത്രയും നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കവർ ചെയ്തെടുക്കാം കേട്ടോ. ആവശ്യമുള്ളത്രയും കവർ ചെയ്ത് എടുക്കണേ. ലാസ്റ്റ് എൻഡിൽ നമ്മൾ ഇതുപോലെ തന്നെ കമ്പി ട്വിസ്റ്റ് ചെയ്ത് ഇതാക്കിയെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ടാങ്കീസിൽ വേണമെങ്കിൽ ടാങ്കീസിൽ ചെയ്യുക, അല്ലെങ്കിൽ നൈലോൺ ത്രെഡിൽ ചെയ്യാം. എന്തായാലും കുഴപ്പമില്ല, വലിച്ച് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ചുറ്റിയാൽ മതി കേട്ടോ. ഞാൻ എൻ്റെ ഹെയർ ബാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനതിന് കീഴിൽ എൻ്റെ ടേപ്പ് പൊട്ടിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്നതും പൊട്ടിച്ചതാണ്. അപ്പം 2 കളറാണ് ചെയ്തെടുത്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.